നമ്മളുടെ മദേഴ്സ് ഡേ ഞങ്ങളൊരു സർപ്രൈസ് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് എൻ്റെ മക്കൾ രണ്ടുപേരും മദേഴ്സ് ഡേക്ക് എനിക്കൊരു സർപ്രൈസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ആക്ച്വലി ഞാൻ ഈ സർപ്രൈസിനെ കുറിച്ച് ലാസ്റ്റ് വീക്കേ മനസ്സിലാക്കിയായിരുന്നു. ഒരു പപ്പയുടെ അടുത്തുനിന്ന് സ്കൂളിൽ നിന്ന് ഗിഫ്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസയെല്ലാം വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ യൂഷ്വലി നേരത്തെ ഉറങ്ങുന്നവരാണ്. പക്ഷേ ഇവരെന്നോട് പറഞ്ഞു അമ്മ നേരത്തെ പൊക്കോളൂ, ഉറങ്ങിക്കോളൂ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടേ ഉറങ്ങുന്നുള്ളൂ. മോർണിംഗ് ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ എഴുന്നേറ്റപ്പം ഞങ്ങളുടെ ഒരു റൂമിൽ, അത് വുഡൻ ഫ്ലോറാണ്, അത് നിറച്ച് അക്രിലിക് പെയിൻറ്റ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഡോട്ടായിട്ടൊക്കെ കിടക്കുക. പിന്നെ ഒരാളുടെ കാർഡാണെങ്കിൽ അവിടെ തുറന്നിരിപ്പുണ്ടായിരുന്നു. അത് വായിച്ചാൽ ഞാൻ സത്യത്തിൽ പോയത്. പക്ഷേ ഞാനിതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിച്ചില്ല. രണ്ടുപേരും കൂടെ എനിക്കൊരു ബൊക്കെയെല്ലാം തന്നു. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച കുറച്ച് പൂക്കളൊക്കെ ചേർത്തിട്ടൊരു ബൊക്കെയൊക്കെ ഉണ്ടാക്കി തന്നു. എൻ്റെ ബാഗ് കൊണ്ടുപോയി കൗച്ചിലേക്ക് വെച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഗിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത് ഈ ടേബിളിലായിരുന്നു. അങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുപോയി. രണ്ടുപേരും കാർഡൊക്കെ എനിക്ക് എടുത്ത് കാണിച്ചു. എനിക്ക് റെബേക്ക മോളുടെ കാർഡ് ശരിക്കും വായിക്കാൻ പറ്റിയില്ല. അവളിങ്ങനെ റണ്ണിങ് ലെറ്റേഴ്സിൽ എഴുതി മൊത്തം കളർ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. എപ്സിബ മോളുടെ കാർഡ് ഞാൻ ഓൾറെഡി തലേദിവസം രാത്രിയിലെ ഇന്ന് മോർണിംഗിലേ കണ്ടിരുന്നു. അവൾ നന്നായിട്ട്, രണ്ടുപേരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ലവ് ഹാർട്ട് ഷേപ്പിൽ, അത് സ്കൂളിൽ നിന്നുള്ളതായിരുന്നു. പിന്നെ ഒരു ക്യാൻവാസിൽ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ എന്തൊക്കെയോ കുറേ കാർഡുകൾ, അത്യാവശ്യം നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും. റെബേക്ക മോളുടെ ഗിഫ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തു. പണ്ടേ ഓപ്പൺ ചെയ്യുന്നതിൽ ഭയങ്കര ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ഭയങ്കര ബാഡായിരുന്നു. ഞാൻ വലിച്ചു കയറി ഞാനത് തുറന്നപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കപ്പായിരുന്നു എനിക്ക് റെബേക്ക മോൾ തന്നത്. ഒരു ഹാർട്ട് ഷേപ്പ് പിടിയുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കപ്പ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ഗിഫ്റ്റാണത്. റെബേക്ക മോളുടെ ഗിഫ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഹെപ്സിബ മോൾ ഗിഫ്റ്റ് തരുവാണ്. ആ സമയം ഞങ്ങളുടെ കുക്കർ അടിച്ചു, ഡാൻസ് റൈസ് അടുപ്പിട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇതാ വരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്. അവൻ വീട്ടിലോട്ട് വന്ന സമയത്ത് ഞാൻ പറയായിരുന്നു ആരോ പുറത്തുണ്ടെന്ന്. ഹാപ്പി മദേഴ്സ് ഡേ.